സുഹൃത്തുക്കളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ കാരണം നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഒരാൾ 2020 പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീമാൻ ജിനേഷ് കൊല്ലാറ ഈ വേദിയെ അലങ്കരിക്കുന്നുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇന്ന് ഈ പാർട്ടിക്കകത്ത് ചേർന്നിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ എത്രയോ വർഷം പ്രവർത്തിച്ച സഹോദരി, അവർക്കും നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ദളിത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ കർമ്മധീരനായിട്ടുള്ള ശശിയേട്ടൻ ഈ വേദിക്കകത്തുണ്ട്. അദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ധാരാളം ആളുകൾ, പുതിയ ആളുകൾ കടന്നു വരികയാണ്. കാരണം നമ്മുടെ പാർട്ടി വളരുകയാണ്. നമ്മുടെ പാർട്ടിക്ക് ഇന്ന് പ്രധാനമന്ത്രിയുണ്ട്. നമ്മുടെ പാർട്ടിക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച ഒരാൾ രാഷ്ട്രപതിയുടെ ചുമതലയിലേക്ക് വന്നു, ഉപരാഷ്ട്രപതിയുടെ ചുമതലയിലേക്ക് വന്നു. രാഷ്ട്രപതി ഒരു സഹോദരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ നിന്ന് കടന്നു വന്ന ST വിഭാഗത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം നടത്തി പൊതു രംഗത്തേക്ക് കടന്നു വന്ന ദ്രൗപദി മുർമുജി, അവരിന്ന് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് ഒരു തിലകക്കുറിയായിട്ട് നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുകയാണ്. ഉപരാഷ്ട്രപതി ശ്രീ ധൻകർജി, അദ്ദേഹവും പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നു. സുരേഷ് ഏട്ടൻ ചാലക്കുടിയുടെ മുൻ മണ്ഡലം അധ്യക്ഷനായിരുന്നു. സുരേഷ് ജി ഇപ്പോൾ അവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനം വളരെയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വളർച്ചയുടെ പടിക്കെട്ടുകളിലൂടെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് 20% വോട്ട് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായി. അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അത് നമ്മുടെ ആരാധ്യരായിട്ടുള്ള പഴയകാല നേതാവ് ശ്രീമാൻ KG മാരാറും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട O രാജഗോപാൽജിയും രാമപിള്ള സാറും ഉൾപ്പെടെ, നമ്മുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള ശ്രീധരൻ മാസ്റ്റർ ഉൾപ്പെടെ പഴയകാല നേതാക്കന്മാർ 10 പേർ പോലും ഈ കൊടി പിടിക്കാൻ ഇല്ലാത്ത കാലത്ത് പ്രത്യയശാസ്ത്രത്തിന്റെ കുങ്കുമഹരിത പതാകയെയും ഈ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിയും ആദർശവും അത് നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മളെടുത്ത ഒരു പ്രതിജ്ഞ, നമ്മൾ കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്ത കാലത്താണ് നമ്മളുടെ പൂർവികന്മാർ തുടങ്ങിയതെങ്കിൽ, ജനസംഖ്യ കാലഘട്ടം മുതൽ തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മൾ ഈ രാജ്യത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രത്യയശാസ്ത്രത്തോടാണ് പ്രതിബദ്ധത. ഞങ്ങൾ ഏതാണോ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ അധികാരം കിട്ടിയാൽ നടപ്പിലാക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആളുകൾ കളിയാക്കി ചിരിച്ചു. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ 2 സീറ്റ് കിട്ടിയപ്പോ അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ചോദിച്ചു, നിങ്ങൾക്ക് കുടുംബാസൂത്രണ പാർട്ടി പോലെ നിങ്ങൾക്ക് 2 ഉള്ളൂ. ആ സമയത്ത് സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞു, എന്താണ്, സൂര്യനുണ്ടെങ്കിൽ സൂരജ് ഹേതോ കമൽ കിലേഗ, താമര വിടരും ശ്രീമതി ഇന്ദിര എന്നായിരുന്നു അന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ രാജ്യത്ത്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ നെറുകയിൽ ലോകം ആരാധിക്കുന്ന 28 ലോകരാഷ്ട്രങ്ങളുടെ അനിഷേധ്യ പുരസ്കാരം നേടിയിട്ടുള്ള, അതിൽ 1 ഡസനിലധികം വരുന്ന മുസ്ലിം ലോകരാജ്യങ്ങളുടെ പുരസ്കാരം നേടിയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അയൽ വീടുകളിൽ പാത്രം കഴുകി കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരമ്മ, പാവപ്പെട്ട ഒരമ്മ വളർത്തിയെടുത്ത ശ്രീമാൻ നരേന്ദ്രമോദി ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ്. ആ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങളുടെ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി. ഈ ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ന് കേരളത്തിൽ അങ്ങും ഇങ്ങും തലങ്ങും വിലങ്ങും ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ച് കമന്റുകൾ പറയുന്ന കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഉത്തർപ്രദേശ് ഭരിക്കുകയാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. ഞങ്ങൾ ഗുജറാത്ത് ഭരിക്കുകയാണ്. ഞങ്ങൾ മധ്യപ്രദേശ് ഭരിക്കുകയാണ്. ഞങ്ങൾ മഹാരാഷ്ട്ര ഭരിക്കുകയാണ്. ഞങ്ങൾ ആസാം ഭരിക്കുകയാണ്. ഞങ്ങൾ ഹരിയാന ഭരിക്കുകയാണ്. ഞങ്ങൾ ഉത്തരാഖണ്ഡ് ഭരിക്കുകയാണ്. ഞങ്ങൾ ത്രിപുര ഭരിക്കുകയാണ്. മണിപ്പൂരിൽ ഞങ്ങളുടെ സർക്കാരാണ്. അരുണാചൽ പ്രദേശിൽ BJPയുടെ സർക്കാരാണ്. ഗോവ നമ്മളാണ് ഭരിക്കുന്നത്. ഒറീസ നമ്മളാണ് ഭരിക്കുന്നത്. ഛത്തീസ്ഗഡ് നമ്മളാണ് ഭരിക്കുന്നത്. രാജസ്ഥാൻ നമ്മളാണ് ഭരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് നമ്മളാണ് ഭരിക്കുന്നത്. ബീഹാർ നമ്മളാണ് ഭരിക്കുന്നത്. ഞങ്ങൾ കേരളവും ഭരിക്കും. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനകീയമായിട്ടുള്ള ഒരു സർക്കാർ, പാവപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കുന്ന
ബിന്ദുവിന്റെ ശവശരീരത്തിന് മുകളിൽ ഇടിഞ്ഞു വീണ കെട്ടിടങ്ങൾ, ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെ നോക്കിയിട്ട് അഹങ്കാരിയായ ഒരു മന്ത്രി പറഞ്ഞു, എന്താണ്, ഞങ്ങളല്ലല്ലോ ഈ ഇവിടത്തെ സമിതി, ഭരണസമിതി, ഏത് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്ന പ്രദേശത്തെ പ്രാദേശിക ഭരണസമിതി 12 കൊല്ലം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് എന്നാണ് അഹങ്കാരിയായിട്ടുള്ള മന്ത്രി വാസവൻ പറഞ്ഞത്. എന്താണ്, വാസവന് അങ്ങനെ പറയാൻ സാധിക്കും, കാരണം വാസവൻ അങ്ങനെയേ പറയാൻ പറ്റൂ. അപ്പൊ വാസവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ്സുകാരാണ് ബിന്ദുവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദികൾ എന്നാണ് വാസവൻ പറഞ്ഞത്. വാസവന്റെ കൂടെ ഇരിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ കാലിനടിയിൽ മണ്ണ് പറ്റിയിട്ടില്ല, അധ്വാനിച്ചിട്ടില്ല, ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് 10 സമരത്തിൽ പോലീസിന്റെ അടി കൊണ്ടിട്ടില്ല, ഒന്നും ചെയ്യാതെ ശീതീകരണ മുറിയിൽ നിന്ന് നേരെ പോയി കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയായിരുന്നതിന്റെ കുഴപ്പമാണ് ഇന്ന് തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ MRI സ്കാൻ ചെയ്യാനുള്ള മെഷീൻ അത് 6 വാങ്ങാൻ പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി. കോട്ടയം മെഡിക്കൽ കോളേജില് എപ്പോഴാ തുടങ്ങിയെന്ന് അറിയുമോ? കൊറോണയുടെ ആദ്യ സമയത്ത് ഒരു കിഫ്ബിയുടെ നേതൃത്വത്തില് 16 കോടി ചെലവഴിച്ചുകൊണ്ട് ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തുടങ്ങി, പണി തുടങ്ങി. ആ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ട് കെട്ടിടം ഇതുവരെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ആ സമയത്താണ് ഒരു രാമസേതു, അടൽ സേതു പാലം കൊറോണയുടെ തൊട്ടു മുമ്പ് അതിന്റെ പണി തുടങ്ങി. 16 കോടിയുടെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ആ കിഫ്ബിയുടെ കെട്ടിടം കോട്ടയം മെഡിക്കൽ കോളേജിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുൻപ് അന്ന് തുടങ്ങിയിട്ടുള്ള രാമസേതു പാലം 18,000 കോടി രൂപയുടെ പാലം രാജ്യത്തെ ജനങ്ങൾക്ക് ശ്രീമാൻ നരേന്ദ്രമോദി തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതാണ് BJPയുടെ ഗവൺമെന്റും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഭരിക്കുകയാണ്. നിങ്ങൾ ആരെയാണ് ഭരിക്കുന്നത്? നിങ്ങൾ പാവപ്പെട്ടവരെ ചതിച്ചുകൊണ്ടാണ് ഭരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾ മാറ്റി പറയുകയാണ്. നിങ്ങൾ സാധാരണക്കാരന് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ആരാണ് സാധാരണക്കാരൻ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ സാധാരണക്കാരൻ? ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞു, സഖാക്കൾക്ക് രക്ഷപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ സാധിക്കും. പക്ഷേ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. അച്യുതാനന്ദനെ പോലെ, ഇന്ന് വയ്യ, കിടപ്പിലാണ്, അവസാന സമയമാണ്. അച്യുതാനന്ദനെ പോലെ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. വിരൽ ചൂണ്ടിയ, അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടിയ നേതാവ് സഖാവ് കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, AK ഗോപാലൻ ഉണ്ടായിരുന്നു, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്നു. അവരിൽ നിന്നെല്ലാം അധികാരത്തെ തന്റെ കൈപ്പിടിയിലേക്ക് ഒരുക്കിയെടുത്തപ്പോ സ്റ്റാലിന്റെ പ്രേതം ബാധിച്ച സ്വന്തം മകനും മകളും ഭാര്യയും ബന്ധുക്കളും ബന്ധുജനങ്ങളും മാത്രം മതി എന്ന് തീരുമാനിക്കുന്ന ഒരു സ്വേച്ഛാധിപതി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ എന്നിരുന്നോ അന്ന് തുടങ്ങി കേരളത്തിലെ ജനങ്ങളുടെ കഷ്ടകാലം. 9 കൊല്ലമായി ഈ നരകം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. 11 കൊല്ലം ഭാഗ്യവാനാണ് പിണറായി വിജയൻ. എന്താ കാരണം എന്നറിയുമോ? 11 കൊല്ലം ആരോടും വിവേചനമില്ലാതെ, ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ചോദിക്കുന്നതും ചോദിക്കാത്തതും മുഴുവൻ വാരിക്കോരി കൊടുക്കാൻ തന്റെ ഇടമുള്ള, ഇച്ഛാശക്തിയുള്ള, എല്ലാവരോടും സ്നേഹമുള്ള, വിവേകമുള്ള ശ്രീമാൻ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പിണറായി കാണാൻ പോകും. അടച്ചിട്ട മുറിയിൽ സംസാരിക്കും. കാല് പിടിക്കുകയാണോ, കരയുകയാണോ, എന്റെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുകയാണോ, അതോ എന്താണ് അടച്ചിട്ട മുറിയിൽ ചർച്ചയെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല. കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. എന്നാൽ ഒരാൾ MLA ആയാൽ, MP ആയാൽ, മന്ത്രിയായാൽ, മുഖ്യമന്ത്രിയായാൽ, കേന്ദ്രമന്ത്രിയായാൽ, ഈവൻ പ്രധാനമന്ത്രിയായാലും ആ വ്യക്തി രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക, അതായിരിക്കണം ആ വ്യക്തിയുടെ ലക്ഷ്യം. ഞാൻ സേവകനാണ്, ഞാൻ ഇന്ത്യയുടെ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കീഴിൽ, ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ പരമഭാഗ്യം കിട്ടി. ഈ കണ്ണൂരിലെ പിണറായിലെ പാറപ്പുറത്ത് ജനിച്ച, വിവേകമില്ലാതെ ജനങ്ങളെ ക്രൂരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ എന്താണ് ഇത്രയധികം പിണറായി വിജയനെ പ്രസംഗങ്ങളിലൂടെ കുറ്റം പറയുന്നത്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കേരളത്തെ തകർത്ത എന്റെയും നിങ്ങളുടെയും യുവതലമുറയെ, നമ്മുടെ മക്കളെ നമുക്കൊരു നോക്ക് കാണാനുള്ള ഭാഗ്യമില്ലാതെ അവരെ കേരളത്തിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യിച്ച മുഖ്യമന്ത്രി, എന്റെയും
പണം, കൊച്ചുമക്കളോ മക്കളോ അയക്കുന്ന പണം വാങ്ങിയെടുക്കുക, ഏതെങ്കിലും ആശ്രയം നോക്കാൻ ആശ്രയമുള്ള ആളുകളുടെ കീഴിൽ ജീവിക്കുക എന്നുള്ള രീതിയിൽ ഈ കേരളം ഇന്ന് വൃദ്ധാലയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. എത്ര കുട്ടികളാണ് ഇവിടെ നിന്ന് നാട് കടക്കുന്നത്? എന്തുകൊണ്ടാണ്? അവർക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ സർവത്ര അഴിമതിയാണ്. ഈ അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ, നിങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട്, സ്വജനപക്ഷപാതം മാറ്റിവെച്ചുകൊണ്ട്, അഴിമതിയിൽ ശ്രദ്ധ പുലർത്താതെ നിങ്ങൾ ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു അഴിമതിയുടെ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കാൻ തന്റെ ഇടമില്ലാത്ത, ആർജവമില്ലാത്ത വി.ഡി. സതീശേട്ടൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പിണറായി വിജയൻ ചൊവ്വാത്തത്. എന്താ കാരണം? ചോദ്യം മാത്രമേ ഉള്ളൂ. മാസങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം മറക്കുകയാണ്. കാരണം എന്താണ്? അവർ ഇന്ത്യ മുന്നണിയുടെ കൂട്ടുകാരാണ്. അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധി ഫോൺ വിളിച്ചു പറയും, എന്താണ്? വി.ഡി. സതീശനോട് പറയും, വല്ലാതെ പിണറായി വിജയനെ ചൊറിയാൻ നിൽക്കണ്ട. എന്താ കാരണം? രാഹുൽ ഗാന്ധിക്ക് പോലും ജയിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചു വരണമെങ്കിൽ, പെങ്ങൾക്ക് ജയിക്കണമെങ്കിൽ അതിന് സഹായം ചെയ്യുന്നത് നമ്മുടെ വിജയേട്ടനാണ് എന്നാണ് രാഹുൽ ഗാന്ധി വി.ഡി. സതീശനെ വിളിച്ചു പറയുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക്, അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന് എന്ത് ചെയ്യാൻ സാധിക്കും കേരളത്തിൽ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കേരളം നന്നാകാത്തത്, ഈ കേരളം നേരെയാകാത്തത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാൻ, നിയമസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 6 പേർ ജയസാധ്യതയുടെ വക്കിൽ വന്നപ്പോ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നായി ഞാൻ ഉൾപ്പെടെ 6 പേരെ കേരളത്തിൽ തോൽപ്പിച്ചു. 10 കൊല്ലം പാർലമെന്റിൽ ഇരുന്ന മനുഷ്യൻ ബി.ജെ.പിക്കെതിരെ, എനിക്കെതിരെ പാലക്കാട് മത്സരിച്ചപ്പോ നമ്മള് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറെ 3ാം സ്ഥാനത്തേക്ക് പറഞ്ഞയച്ചപ്പോ നമ്മൾ അങ്ങനെ ജയിക്കണ്ട എന്ന് ആര് തീരുമാനിച്ചു? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകൾ തീരുമാനമെടുത്തുകൊണ്ട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ചുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കുമ്മനം രാജശേഖരൻജിയെ, നമ്മുടെ ഒ രാജഗോപാൽജിയെ വരെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി വർഷങ്ങളോളം പരിശ്രമിച്ചു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1/2 ഡസൻ ബി.ജെ.പിയുടെ നേതാക്കന്മാർ 2ാം സ്ഥാനത്ത് വന്നു. ആ 1/2 ഡസൻ പേര് ഇപ്പൊ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ആരായിരിക്കും? രമേശ് ചെന്നിത്തലയെ പോലെയാകുമോ? നമ്മൾ സൈലന്റ് മോഡിൽ ഇരിക്കുമോ? വി.ഡി. സതീശനെ പോലെ? ഭാരതീയ ജനതാ പാർട്ടിയുടെ കണക്ക് നമ്മൾ ചോദിക്കില്ലേ? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ കണക്ക് അത് ധവളപത്രമായി പുറത്തിറക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടില്ലേ? പക്ഷേ കേരളത്തിന്റെ നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഇരിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നാകുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മൾ ചിന്തിക്കേണ്ടത് 2 മുന്നണികളും നിങ്ങൾ 2026 ആകുന്നതിന് മുൻപ് തന്നെ ഒന്നായി മാറണം. കാരണം എന്താണ്? നിങ്ങൾ 2 ശരീരവും ഒരു തലയുമാണ്. 2 ശരീരവും ഒരു തലയുമായിട്ട് നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ രഹസ്യമായിട്ടുള്ള ബാന്ധവത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ മത്സരിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ 2ആയി നിൽക്കുന്നത്? നിങ്ങൾ ഒന്നായി നിൽക്കണം. ഒന്നായി നിൽക്കുന്ന നിങ്ങൾ ഗ്രൗണ്ട് ഒരുക്കണം. ഞങ്ങൾ ഓപ്പോസിറ്റ് ഉണ്ടാകും. ആ ഗ്രൗണ്ടിൽ സെഞ്ചുറി അടിക്കാൻ പ്രാപ്തമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തരായിട്ടുള്ള പ്രവർത്തകന്മാർ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരും, അസംബ്ലി തെരഞ്ഞെടുപ്പിലും വിജയിച്ചു വരും. നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഈ നടത്തുന്ന കൺകെട്ടൊന്ന് അവസാനിപ്പിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. നോക്കൂ, നമ്മളിപ്പോ കേരളത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 214 മരുന്ന് കമ്പനികളാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. 100 കമ്പനികൾ മരുന്ന് കൊടുക്കുന്നത് നിർത്തി. മരുന്ന് കൊടുക്കുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും? അവശ്യ മരുന്നുകൾ കിട്ടാതെ, പൈസ കയ്യിലില്ലാത്ത, കൂലിപ്പണിക്ക് പോകുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. വലിയ രോഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കാതെ ആ മരുന്ന് പുറമേ നിന്ന് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകും. അത് ഉണ്ടായത് കൊണ്ടാണ്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് സഖാവാണ് ഹാരിസ്. പക്ഷേ സഖാവിനെ തുറന്നു പറയേണ്ടി വന്നു. എന്താണ് ഇത്? ഇനിയും വെച്ചു പൊറപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യർ ഒരു ഓപ്പറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 6 മാസവും 7 മാസവും കഴിയണം ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടാൻ. ആളുകൾ ക്യൂ നിൽക്കുകയാണ്, ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ മരുന്നില്ല, ആവശ്യത്തിന് നഴ്സുമാരില്ല, ഡോക്ടർമാരില്ല, പുതിയ ഡോക്ടർമാരെ നിയമിക്കുന്നില്ല. എന്നാൽ പിൻവാതിൽ നിയമനം പല സ്ഥലത്തും തകൃതിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ കോവിഡ് വന്നു കഴിഞ്ഞപ്പോ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കൂടെയുള്ള നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് 2500 കോടി രൂപ കേരളത്തിലേക്ക് കൊടുത്തു. ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ് കൊടുത്തത്. 2500 കോടി രൂപ കോവിഡിന് ശേഷം അവശ്യ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി, മരുന്ന് വാങ്ങാൻ വേണ്ടി, മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി സർക്കാർ ആശുപത്രികളിലേക്ക് കൊടുത്ത 2500 കോടി രൂപയുടെ കണക്കില്ല. കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് 5 വർഷത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് 1 ലക്ഷം കോടി രൂപ കേരളത്തിലേക്ക് കൊടുത്തു. ആരോഗ്യ വകുപ്പിലൂടെ 1 ലക്ഷം കോടി രൂപ എണ്ണിയെടുക്കണമെങ്കിൽ എത്ര സമയം വേണം? 1 ലക്ഷം കോടി രൂപ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടും 5 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുത്തു. കണക്കില്ല. ആ കണക്ക് ചോദിക്കുമ്പോ അതിന് ഒരു ഉത്തരവും പറയാത്ത ധനകാര്യ വകുപ്പ് മന്ത്രി. പ്രിയപ്പെട്ടവരെ, 5 വർഷം നമ്മൾ കൊടുത്ത 1 ലക്ഷം കോടിയും ഇവിടത്തെ ഗവൺമെന്റ് ബജറ്റിലൂടെ നീക്കി വെച്ച പണവും 91,500 കോടി രൂപ കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 5 വർഷത്തെ ബജറ്റിലൂടെ മാറ്റിവെച്ചുവെങ്കിൽ ആ 91,500 കോടി രൂപയും ചേർത്താൽ എത്ര രൂപയായി ആരോഗ്യ മേഖലയ്ക്ക്? ആ ആരോഗ്യ മേഖലയിലാണ് മനുഷ്യർക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ സാഹചര്യമില്ലാത്തത്. ഈ സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക്. മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തില്ലേ? സ്വന്തം കുടുംബത്തിൽ കുട്ടിക്ക് കുളിക്കാൻ നല്ല കുളമുണ്ടാക്കുന്നു, കുട്ടിക്ക് നല്ല കാസർഗോഡ് കുളന്റെ പാല് തന്നെ വേണം. അത് പിണറായി വിജയന് നിർബന്ധമാണ്. വീണയുടെ കുട്ടിക്ക് അതിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചെലവാക്കാൻ തയ്യാറാണ്. തൊഴുത്തില് കേട്ടത് സഖാക്കന്മാർ തന്നെ പറയുന്നത്, ആ കാലിത്തൊഴുത്തില് നല്ല പാട്ട് വയ്ക്കും. രാവിലെ 1 മണിക്കൂർ പശുവിനെ പാട്ട് കേൾപ്പിക്കും. എന്നിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം കമല കുട്ടിയോട് പറഞ്ഞു കൊടുക്കും. അവിടെ വെണ്ടക്കയും തക്കാളിയും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, മരുന്നടിക്കാത്ത പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടി 11 ജോലിക്കാരെ വെച്ചിട്ടുണ്ട്. പൂന്തോട്ടം നോക്കാൻ ആളുണ്ട്. 2ാമത്തെ നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉണ്ട്. ലക്ഷക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ചെലവഴിക്കാമെങ്കിൽ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി കൊടുത്തയച്ച കോടിക്കണക്കിന് രൂപയുടെ കണക്ക് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുമ്പോ ആ കണക്ക് പറയാതെ മൗനമായിട്ടിരിക്കുമ്പോ കണക്ക് നിങ്ങൾ പറയണം മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയാൻ നാട്ടിലുള്ള പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മണ്ണിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആ പാവപ്പെട്ട സഹോദരി ബിന്ദുവിന് അവിടെ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നത്. മകള് രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി പോയതാണ്, അമ്മ കൂട്ടിരിക്കാൻ പോയതാണ്. ആ അമ്മ മരിച്ചു. ഇപ്പൊ എന്താ പറയുന്നത്? 10 ലക്ഷം രൂപ ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടല്ലോ എന്നാണ്. അതായത് നിങ്ങൾ കൊലപ്പെടുത്തുന്നു, എന്നിട്ട് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുന്നു. ഇതല്ലേ നടക്കുന്നത്? അപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോ ചെറിയ ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രമല്ല, കേന്ദ്രം എന്താണ് കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഇവിടെ കേരളത്തിലേക്ക് കൊടുത്തത് എന്നുള്ളതാണ്. 2004 മുതൽ 2014 വരെ UPA ഗവൺമെന്റ് ആയിരുന്നു. ആ UPA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് കേന്ദ്രം നികുതി ഇനത്തിൽ കൊടുത്തത് 46,303 കോടിയാണ്. നമ്മൾ 2014 തുടങ്ങി 2014 മുതൽ 2024 വരെ നമ്മൾ കൊടുത്തത് 1,50,140 കോടിയാണ്. എത്രയാ വർധനവ്? 224% വർദ്ധിപ്പിച്ചു. കേരളത്തിലെ ജനങ്ങളെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി 224% ഇവിടേക്ക് നികുതി വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സുരക്ഷിതരാക്കി നോക്കി സംരക്ഷിക്കാൻ പരിശ്രമിക്കുമ്പോ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലും പിന്നെ മുഖ്യമന്ത്രിയും പറയുന്നത് എന്താണ്? ചോദിക്കുന്നതൊന്നും തരുന്നില്ല.
എന്നാൽ പ്രധാനമന്ത്രി വരും, സ്വീകരിക്കാൻ പിണറായി വിജയൻ എയർപോർട്ടിൽ പോകും, ഒന്നും പറയില്ല. അന്നത്തെ ദിവസം ഒരു നെഗറ്റീവ് കമന്റും ഇല്ല. അദ്ദേഹം പ്രസംഗം കഴിയും, തിരിച്ചു പോകും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊജക്ട് അവതരിപ്പിക്കില്ല, ഒരു ചർച്ച നടത്തില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിക്കാത്ത, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വർഷങ്ങളോളം പ്രവർത്തിച്ച് കടന്നു വന്ന ശ്രീമാൻ ജോർജ് കുര്യനെ മന്ത്രിയാക്കി. എന്താ വകുപ്പ്? നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൃഗസംരക്ഷണ വകുപ്പ് കൊടുത്തു. പിന്നെയോ കടൽ തീരത്ത് താമസിക്കുന്ന പാവപ്പെട്ടവരുടെ, ആ മനുഷ്യരുടെ, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഫിഷറീസ് വകുപ്പ് കൊടുത്തു. ഈ രണ്ട് വകുപ്പ് കൊടുത്ത ജോർജ് കുര്യനോട് എന്തെങ്കിലും 1 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ, നിങ്ങൾ എന്തെങ്കിലും പദ്ധതി ചെയ്യണമെന്ന് പറയാൻ 10 മിനിറ്റ് സമയം പോലും ജോർജ് കുര്യനുമായിട്ട് ചർച്ച ചെയ്യാൻ ഈ നിമിഷം വരെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തയ്യാറായിട്ടില്ല. പിന്നെയോ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാൻ തൃശ്ശൂർക്കാരോട് പറഞ്ഞു. എപ്പോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പില് സുരേഷ് ഗോപിക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണേണ്ടി വരും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാര് പറഞ്ഞത്. അപ്പൊ അമ്മമാരെ ഇറങ്ങി, മാതൃസമിതി ഉണ്ടായി. ബിജെപിയും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സർവത്ര ആളുകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി അവർ പുറത്തിറങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ സ്നേഹമാണ്, ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ യോഗങ്ങൾ ചേർന്നു. ഭാരതീയ ജനതാ പാർട്ടി ഏത് കാലത്തും തൃശൂർ പേരൂർ ജില്ല എന്ന് പറഞ്ഞാൽ ആ ജില്ല RSSന് പ്രചാരകന്മാരെ കൊടുത്ത ജില്ലയാണ്. ആ ജില്ല ബാലഗോകുലത്തിന് കുട്ടികളെ കൊടുത്ത ജില്ലയാണ്. ആ ജില്ല വിശ്വ വർഷത്തിന് മുഴുവൻ സമയ പ്രവർത്തകരെ കൊടുത്ത ജില്ലയാണ്. നമ്മുടെ ജില്ല ഇന്ന് നിങ്ങളെയുമല്ല, കേരളത്തിൽ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയോടൊപ്പം കിടപിടിക്കുന്ന വലിയ ശക്തിയുള്ള ഒരു ജില്ലയായിരുന്നു തൃശൂർ പേരൂർ ജില്ല. ആ തൃശൂർ പേരൂരിലെ നമ്മുടെ സഹോദരന്മാർ മുണ്ട് മുറുകിയെടുത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ യാത്ര ചെയ്തപ്പോ, മുന്നോട്ട് പോയപ്പോ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപി വിജയിച്ചത്. വിജയിച്ചു. അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ വേണ്ടി 3ലധികം തവണ പ്രധാനമന്ത്രി തൃശൂർ പേരൂരിലെത്തി. അതൊരു സൂചനയായിരുന്നു. എന്താ സൂചന? ഞാൻ കേരളത്തിലെ ബലിദാനികളെ ഓർക്കുന്നു, ഞാൻ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്നതായിരുന്നു നമ്മുടെ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സൂചന. ആ സൂചനയിൽ ജനങ്ങൾ ആ സൂചന ഏറ്റെടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ജയിച്ചു. 2 വകുപ്പുകൾ അദ്ദേഹത്തിന് കൊടുത്തു. എന്താണ്? ഒന്ന് ടൂറിസം വകുപ്പ്. കേരളത്തിൽ നല്ല കടലോരമുള്ള, നല്ല രീതിയിൽ ടൂറിസത്തിന്റെ വികസന സാധ്യത ഒരുക്കാൻ സാധിക്കുന്ന ഈ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ആ ടൂറിസം മേഖല സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചു. പെട്രോളിയം വകുപ്പ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ 2 മന്ത്രിമാരെ കിട്ടിയിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ, അവർക്ക് തൊഴിൽ കൊടുക്കാൻ, ആ മേഖലയെ സംരക്ഷിക്കാൻ ഒരു നിവേദനം പോലും കൊടുക്കാൻ സാധിക്കാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിൽ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒരു കണക്ക് അവതരിപ്പിച്ചു. എന്താ കണക്ക്? 1100 കോടി രൂപ അദ്ദേഹത്തിന്റെ വകുപ്പിലൂടെ കേരളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞു ശ്രീമാൻ ജോർജ് കുര്യൻ. ആ കണക്കാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2000 കോടി രൂപയോളം വരുന്ന സാങ്കേതിക വിദ്യകൾ കൊടുക്കാൻ ഫയലിൽ തയ്യാറാക്കി. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ തൃശ്ശൂരിന്റെ വികസനം ഉൾപ്പെടെ വലിയ വലിയ പ്രൊജക്ടുകളുമായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപി മറുഭാഗത്ത് നിൽക്കുമ്പോ ഈ 2 മന്ത്രിമാരെയും ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടില് ഗ്രാന്റ് വേണം എന്നാവശ്യപ്പെട്ടു ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ്. അങ്ങനെ ഗ്രാന്റ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഗ്രാന്റ് കിട്ടണം, മുൻകാല ഗവൺമെന്റുകളെക്കാൾ കൂടുതൽ ഗ്രാന്റ് കിട്ടണം എന്നാണ് പറഞ്ഞത്. നോക്കൂ, നമുക്കറിയാം 2004 മുതൽ 2014 വരെ ഈ നാട്ടിലേക്ക് കൊടുത്ത ഗ്രാന്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയുമോ? അത് 25,630 കോടിയാണ്. 25,630 കോടി രൂപയുടെ ഗ്രാന്റ്
അത് കൊടുത്തു. ആരാ കൊടുത്തത്? UPA ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കൊടുത്തു. ഇപ്പൊ എത്ര കിട്ടി? നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് നമുക്ക് കിട്ടിയത്? 1,43,117 കോടി രൂപയുടെ ഗ്രാന്റ് കേരളത്തിലേക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു. എത്ര ശതമാനം വർധനമുണ്ട്? 458% വർധനമുണ്ട് കേരളത്തിൽ. ഈ പണമെല്ലാം എന്ത് ചെയ്തു എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനോട് ചോദിച്ചത്. അപ്പൊ ബാലഗോപാൽ കണക്ക് കൊടുക്കുമ്പോ കോമയിടില്ല, കുത്തില്ല, പൂജ്യമില്ല. ഇത് ബാലഗോപാലിന്റെ തറവാട്ടുക സ്വത്താണോ? കണക്ക് ചോദിച്ചാൽ കണക്ക് കൃത്യമായിട്ട് കൊടുക്കണം. ഞാൻ ഇത്രയും നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങൾ നമ്മൾ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോ ആ നാടെല്ലാം പുരോഗമനത്തിന്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ കേരളം മാത്രം എന്താണ് പടവലങ്ങ പോലെ കീഴോട്ട് പോകുന്നത്? ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്? കേരളത്തിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ട്, റിട്ടയർമെന്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇത്ര കണ്ട് കേരളത്തിലെ ജനങ്ങളെ സ്നേഹിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്ര കണ്ട് പദ്ധതികളും പണവും കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, രാജ്യത്തുണ്ടായിട്ടില്ല. എന്നിട്ട് എന്തേ കേരളം നന്നാവാത്തത്? എന്താ നന്നാവാത്തത്? ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുമ്പോൾ ദുബായിൽ ഇറങ്ങുമ്പോ മകന്റെ അമ്മായി അച്ഛനെ വിളിക്കും, കൂട്ടുകാരെ വിളിക്കും, ടെൻഡർ എടുത്തതിന്റെ കണക്ക് പരിശോധിക്കും, കോടികൾ കള്ളപ്പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കണക്ക് പരിശോധിക്കും. അതിനൊരു ടീം ആളുകൾ വേറെ പോകും. എന്നിട്ടോ കേരളത്തിൽ പറയും, ഞങ്ങൾ സുതാര്യമായിട്ടാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുതാര്യമായിട്ടാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ എങ്ങനെയാണ് കേരളം സാമ്പത്തിക കടക്കെണിയിലായത്? നിങ്ങൾ സുതാര്യമായിട്ടാണ് ഈ കേരളത്തെ ഭരിക്കുന്നതെങ്കിൽ ഇത്രയും വികസനമുള്ള കേരളം, ഇത്രയും പ്രവർത്തന സജ്ജമാകാൻ കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ ചെറുപ്പക്കാരുള്ള കേരളം, ആ കേരളം എന്താണ് നന്നാവാത്തത്? കണക്ക് നമുക്കറിയണ്ടേ? ആ കണക്കാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എന്റെ സഹപ്രവർത്തകന്മാർ വീടുകളിൽ പോയി ചോദിക്കേണ്ടത്. എനിക്ക് വായിക്കാൻ സാധിക്കാത്തത്ര പദ്ധതികൾ ഇവിടെ ഇതിനകത്തുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറയാം. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഡെവലപ്മെന്റ് പ്രൊജക്ട് എത്ര കൊടുത്തുവെന്ന് അറിയുമോ? ആ പ്രൊജക്ടിന് മാത്രമായിട്ട് 290 കോടി കൊടുത്തു റെയിൽവേ വകുപ്പ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെന്റ് പ്രൊജക്ട് 75 കോടി കൊടുത്തു. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ പ്രൊജക്ട് 229 കോടി കൊടുത്തു. നമുക്ക് കാരോട് നിന്ന് ട്രിവാൻഡ്രത്ത് മുക്കോല വരുന്ന സ്ഥലത്തേക്ക് 16 കിലോമീറ്റർ റോഡ് വെട്ടാൻ 1147 കോടി രൂപ കൊടുത്തു. മുക്കോലയിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് ചെറിയ ചെറിയ പ്രൊജക്ടുകളാണ് ഇവർ പറയുക, ഇവർ സംസാരിക്കുക കേരള ഗവൺമെന്റ്. അപ്പൊ എന്താണ്? ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സബ് ടെൻഡർ എടുക്കാൻ പറ്റുമോ എന്ന് പിണറായി വിജയൻ പരിശോധിക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുക്കോല മുതൽ കഴക്കൂട്ടം വരെ വീണ്ടും കൊടുത്തു. 24 കിലോമീറ്റർ 1038 കോടി രൂപ. കഴക്കൂട്ടം ടെക്നോ പാർക്ക് 2.25 കിലോമീറ്റർ റോഡ്. IT പാർക്കിൽ ജോലി എടുക്കുന്ന നമ്മുടെ വിട്ടുപിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാർക്കും വേണ്ടി ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി പദ്ധതി ആവിഷ്കരിച്ചു കൊടുത്തു. 304 കോടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ വായിക്കാൻ 1 മണിക്കൂർ സമയം വേണം. അതായത് കടമ്പോട്ടുകോണം കൊല്ലം ബൈപ്പാസ് കൊറ്റംകുളങ്ങര മുതൽ പറവൂർ തുറവൂർ അരൂർ എലിവേറ്റഡ് ഹൈവേ, ആലപ്പുഴയുടെ വികസനം, എടപ്പള്ളി, കൊടുങ്ങല്ലൂർ, തളിക്കുളം, കാപ്പിരിക്കാട്, വളാഞ്ചേരി, രാമനാട്ടുകര, അങ്ങനെ പോയാൽ പാലോളിപ്പാലം, കോഴിക്കോട്, രാമനാട്ടുകര ജംഗ്ഷൻ, വെങ്കളം, അഴിയൂർ, തലശ്ശേരി, മാഹി ബൈപ്പാസ്, കണ്ണൂർ, മുഴുപ്പിലങ്ങാട് തുടങ്ങി ഇത്രയും സ്ഥലങ്ങളിലേക്ക് 634 കിലോമീറ്റർ പ്രൊജക്ടിന് വേണ്ടിയിട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത കോടികൾ ശ്രീമാൻ നരേന്ദ്രമോദി കൊടുത്തപ്പോ നിതിൻ ഗഡ്കരിയുടെ റോട്ടിൽ അമ്മായിയപ്പനെ കൊണ്ട് 78 കോടിക്ക് വെക്കേണ്ട ക്യാമറ അത് അടിച്ചു മാറ്റി പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി 10 ഇരട്ടി തുകയ്ക്ക് ക്യാമറ വെക്കാൻ തീരുമാനമെടുത്തു. മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകും ഇവിടെ നിന്ന്. 1100 കോടി രൂപ വേണം കേരളത്തിലെ മനുഷ്യർക്ക് മരുന്ന് വാങ്ങാൻ. 3 മാസം 1000 കോടിയിലധികം വരുന്ന തുക മരുന്ന് വാങ്ങാൻ ഉപയോഗിക്കും.
മിടുമിടുക്കന്മാരായിട്ടുള്ള ഫാർമസിസ്റ്റ് കോഴ്സ് കഴിഞ്ഞ ആളുകളും ടെക്നോളജിസ്റ്റുകളും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുണ്ട്. നമ്മുടെ കുട്ടികൾ കേരളത്തിൽ IIT-യിലും IIM-ലും ഒക്കെ പഠിച്ച നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെ കൊണ്ട് ഒരു മരുന്ന് പ്രൊഡ്യൂസിംഗ് കമ്പനി കേരളത്തിൽ തുടങ്ങാൻ ഇതുവരെ കേരളത്തിലെ 9 വർഷത്തെ ഭരണകൂടത്തിന് കീഴിൽ ശ്രീമാൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. അപ്പൊ എവിടെയാ വികസനം നടക്കുന്നത്? ഒരു വികസനവും എവിടെയും നടക്കാത്ത രീതിയിലേക്ക് ഈ കേരളം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോ ആ ഗവൺമെന്റിനോട് ചോദ്യം ചോദിക്കേണ്ടതിന് പകരം കോൺഗ്രസിന്റെ വലിയ നേതാവ് KC വേണുഗോപാൽ തലയിൽ പാളത്തൊപ്പി വെച്ച് ഒരു സമരം, തൃശ്ശൂരില് കൂട്ടുകാരൻ പ്രതാപൻ പാളത്തൊപ്പി വെച്ച ഒരു സമരം. എന്താ സമരം? സമരത്തിന്റെ കാരണം തീരദേശം ഖനനം ചെയ്യുന്നു. ആര് ഖനനം ചെയ്യുന്നു? കേന്ദ്ര ഗവൺമെന്റ് തീരദേശം ഖനനം ചെയ്തുകൊണ്ട് മേജർ മിനറൽസ് വാരിക്കൂട്ടുന്നു. എവിടേക്കാ? നരേന്ദ്രമോദി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ KC വേണുഗോപാലിന്റെ വലിയേട്ടൻ ശിശ്രാമോല എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഇവിടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അന്ന് ഇവിടുത്തെ ആന്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആന്റണിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ കേന്ദ്രമന്ത്രിയാണ് ഇതുപോലെയുള്ള മിനറൽസ് ആർക്ക് വേണമെങ്കിലും ഖനനം ചെയ്തെടുക്കാനുള്ള നിയമം ഉണ്ടാക്കിയത് നിങ്ങളാണ്. അതാണ് ചക്കിട്ടപ്പാറയിലെ ഖനന അഴിമതി. ആരാ ചെയ്തത്? CITU-കാരൻ എളമരം കരീം. അന്ന് എളമരം കരീം മന്ത്രിയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന എളമരം കരീം നമ്മൾ ആരും അറിയാതെ ചക്കിട്ടപ്പാറയിൽ അതിഗൂഢമായിട്ട് ഖനനം നടത്തി കോടിക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചു. ചൈനയിലേക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം കടത്താൻ തീരുമാനിച്ചപ്പോ തലയിൽ ആൾതാമസമുള്ള സഖാക്കന്മാർ തന്നെ സമരത്തിന് വന്നു. അവര് BJP-ക്കാർക്ക് വിവരം അറിയിച്ചു. അവര് നമ്മുടെ ആളുകളുമായിട്ട് ചേർന്നു, ചർച്ച ചെയ്തു. ആ ചക്കിട്ടപ്പാറയിലെ ലോകരാജ്യവുമായിട്ട് ചക്കിട്ടപ്പാറയിലെ ഖനനത്തിന്റെ ആ പ്രൊഡക്റ്റ് അത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത് പൗരസമിതി യോഗം ചേർന്നു. ആ ചക്കിട്ടപ്പാറ ഖനനം അഴിമതിയിലാണ്. വിജിലൻസിന്റെ അന്വേഷണം വന്നു, കേസ് വന്നു. എളമരം കരീമിന്റെ കാർഗടിയിൽ നിന്ന് കോടികൾ കണ്ടെടുത്തു. അപ്പൊ ഡ്രൈവർ പറഞ്ഞു അത് ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരാളും അയാളുടെ കൂട്ടുകാരനും കൂടി വന്ന് കാർഗടിയിൽ വെച്ചതാണ്. വിജിലൻസിന്റെ അന്വേഷണം തലപ്പത്തുണ്ടായിരുന്നവന്റെ എല്ലാ അംഗീകാരവും പോയി, സസ്പെൻഷനിലായി. കാരണം എന്താ? ഇവിടത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ ഭരിക്കുമ്പോ ഞങ്ങളുടെ കാര്യങ്ങൾ അഴിമതി നടത്തി എങ്കിൽ അത് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ വിജിലൻസിന് ആരധികാരം കൊടുത്തു എന്നാണ് അന്ന് എളമരം കരീം ചോദിച്ചത്. മേജർ മിനറൽസ് അങ്ങനെ കൊണ്ടുപോകാതിരിക്കാൻ ആലപ്പുഴയിലെ കരിമണൽ കർത്ത കോടിക്കണക്കിന് രൂപയുടെ മിനറൽസ് കൈകാര്യം ചെയ്തപ്പോ ആ കർത്തയുടെ നോട്ട് പുസ്തകത്തിനകത്ത് പിണറായി വിജയന്റെ മകൾക്ക് കൊടുത്ത നോക്കുകൂലിയുടെ കണക്ക് പുറത്തു വന്നു. അതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്ത്യയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയാലും ജപ്പാനിൽ പോയാലും അതെ കൊച്ചു രാജ്യത്ത് പോയാലും മുഖ്യമന്ത്രിയുടെ ചുമതല സാധാരണഗതിയിൽ മാറിക്കൊടുക്കണ്ടേ? മുഖ്യമന്ത്രി ആ ചുമതല 10 ദിവസത്തേക്ക് ഒരാളെ ഏൽപ്പിക്കണ്ടേ? എന്താ ഏൽപ്പിക്കാത്തത്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. ഗോവിന്ദ എന്നൊരു വിളി വിളിച്ചു കഴിഞ്ഞാൽ കാൽമുട്ടുകൾ കൂട്ടി ഇടിച്ചു വിറച്ച് പിണറായി വിജയന്റെ മുന്നില് നമസ്കാരം പറയുന്ന, അപ്പം വെക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച ഗോവിന്ദ മാഷാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. എങ്ങനെ ഈ പാർട്ടി നന്നാവും? ഒരു ചോദ്യവുമില്ല, ഒരു ഉത്തരവുമില്ല. പിണറായി വിജയൻ വരയ്ക്കുന്ന വരയിലൂടെ, ആ വരയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ പാർട്ടിയുടെ, ഞാൻ എന്നും പറയുന്നത് പോലെ, അവസാനത്തെ അന്തകവിത്തായിട്ട് ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ ജനിതക ഭൂമികയിൽ ഈ കേരളം മാറാൻ പോവുകയാണ്. 2.5% വോട്ട് നമുക്കുണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്ന ത്രിപുരയിൽ നമ്മുടെ ബിപ്ലവ് കുമാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവിടെ നമുക്ക് അധികാരം കിട്ടിയെങ്കിൽ 20% വോട്ടുള്ള കേരളത്തിൽ അതെങ്ങനെ 40% എത്തിക്കാമെന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ പറഞ്ഞത് കേരളം BJP ഭരിക്കുമെന്ന്. തിരുവനന്തപുരത്തെ യോഗത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംജാതമാകും. നമുക്ക് MLA മാരുണ്ടാകും. അതിന് നമ്മൾ ഇത്തരത്തിലുള്ള
സഹപ്രവർത്തകന്മാരോട് അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 643 കിലോമീറ്റർ റോഡ് പണിയാൻ വേണ്ടി 58,596 കോടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കുകയാണ് എന്റെ പ്രസംഗം. നമുക്ക് കേരളത്തെ മാറ്റണം. കാരണം ഇത് ബലിദാനികളുടെ നാടാണ്. അമിത്ഷാജി തിരുവനന്തപുരത്ത് വന്നു. 4 ജില്ലകളിലെ പ്രവർത്തകന്മാർ ഒരുമിച്ച് കൂടി. 10,000-കണക്കിന് വരുന്ന പ്രവർത്തകന്മാർ ആ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഏകീകരിച്ചിരുന്നു. അവർ ഒരുമിച്ച് ചേർന്നു. 10,000-കണക്കിന് വരുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ആ വേദിയിൽ വന്നു. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് അമിത്ഷാജി നമ്മുടെ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും കേരളത്തിന്റെ ഭരണകൂടത്തെ കുറിച്ചും ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ കാപട്യത്തെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നു. അപ്പോ നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ ഓർക്കേണ്ടത്, അത് ഒരു പൈസയും ഇല്ലാത്ത കാലത്ത് പി മുകുന്ദൻ എന്ന് പറയുന്ന നമ്മുടെ പൂർവികനായിട്ടുള്ള മുകുന്ദേട്ടൻ, നമ്മൾ മുകുന്ദേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് ഒരു ആസ്ഥാന മന്ദിരം ഒരുക്കാൻ വേണ്ടി എത്രയോ ആളുകളുടെ മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് വാങ്ങിയ സ്ഥലത്ത് ആധുനിക രീതിയിൽ ടെക്നോളജിസ്റ്റുകളുടെ കൈകാര്യത്തോട് കൂടിയിട്ട് 60,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകന്മാരുടെ മടിശീലയിലെ പണവും ചേർത്തുകൊണ്ട് നമ്മൾ ആ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പോ അമിത്ഷാജി നടന്നു പോകുന്ന വഴിയിൽ പറഞ്ഞു, ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള മുറിയുണ്ട് എന്ന്. രാഷ്ട്രീയത്തിന്റെ ചാണക്യൻ ആരാധനാക്ക ശ്രീമാൻ അമിത്ഷാജി തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാവി കേരളത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെന്ത് വേണം? അതിന് നമ്മൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിലും എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീകുമാർജി ഇവിടെ ജില്ലയുടെ അധ്യക്ഷനായിട്ടിരിക്കുകയാണ്. സഹപ്രവർത്തകരോട് മാത്രമായിട്ടാണ് അടുത്ത പ്രസംഗം. ഞാനൊക്കെ ഇതുപോലെ പ്രസംഗം ഓരോ സ്ഥലങ്ങളിലേക്കും പ്രസംഗത്തിന് വേണ്ടി പോകും. അന്നൊക്കെ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് കാറില്ല, ട്രെയിനിൽ പോകണം, അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകണം. അപ്പോ ശ്രീകുമാർ എന്ന കൊടുങ്ങല്ലൂര് നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷനാണ്. അപ്പൊ പ്രിയപ്പെട്ട ശ്രീകുമാർജി പറയും, എന്താണ്, കാറ് വിളിച്ചിട്ട് വന്നാൽ മതി. കാരണം എന്താണ്, ഒരു സ്ത്രീ അവരിങ്ങനെ യാത്ര ചെയ്യുന്നു, അവർ ഇത്രയും പ്രസംഗങ്ങൾക്ക് വരുന്നു. അപ്പൊ ആ സ്ത്രീയെ നോക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ശ്രീകുമാർജി എന്നെ ഒരു സഹോദരിയെ പോലെ എന്നെ കൈപിടിക്കുകയും നിരവധിയായിട്ടുള്ള പൊതുയോഗങ്ങളിൽ ഞാൻ കൊടുങ്ങല്ലൂരും കയ്പമംഗലത്തും ഒക്കെ വന്ന് പ്രസംഗിച്ച് തിരിച്ചു പോവുകയും, പോകുന്ന സമയത്ത് എന്റെ വാഹനത്തിന്റെ ഡ്രൈവറുടെ കയ്യില് ഒരു കവറിനകത്താക്കിയിട്ട് നോട്ടുകൾ വെക്കുകയും ചെയ്യുമായിരുന്നു. ഞാനത് തിരിച്ചു നൽകും. എപ്പോഴാണെന്നറിയുമോ? എപ്പോഴെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വലിയ ഉയർച്ച ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഭരണകൂടം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണർന്നു നിൽക്കുമ്പോ, അന്നത്തെ ആ നോട്ടുകൾക്ക് മറുപടിയായിട്ട് ഹൃദയത്തിന്റെ ചെന്താമരപ്പൂക്കൾ അദ്ദേഹത്തിന് ഞാൻ നൽകും. CP സെബാസ്റ്റ്യേട്ടൻ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. CP സെബാസ്റ്റ്യേട്ടൻ ഒരു പൊതുയോഗത്തിന് പോകാൻ വേണ്ടിയിട്ട് എത്രയോ പൊതുയോഗങ്ങൾക്ക് ഒരു മാരുതി കാറുമായിട്ട് മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളത്ത് വരും. ചങ്ങരംകുളത്ത് വീടിനകത്തുള്ള പണികളെല്ലാം കഴിഞ്ഞ് ആ മാരുതി കാറിൽ കയറി ഇരുന്നാൽ, ആ മാരുതി കാറിൽ ഇരിക്കുന്ന എന്നെ മലപ്പുറത്ത് വേങ്ങരയിലും കൊണ്ടോട്ടിയിലും ചങ്കുവട്ടിയിലും വളാഞ്ചേരിയിലും തിരൂരങ്ങാടിയിലും ഒക്കെ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിക്കും. എന്നിട്ട് അദ്ദേഹം അരമണിക്കൂർ പ്രസംഗിക്കും. എന്താണ് ഹിന്ദുത്വം? ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ യഥാർത്ഥ ഹൈന്ദവതയെ കുറിച്ചും ഹിന്ദുത്വത്തെ കുറിച്ചും നമ്മുടെ സനാതന ധർമ്മത്തെ കുറിച്ചും സംസാരിക്കും. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഭാരതാംബ? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഭാരതാംബയുടെ കയ്യിലെ കാവിക്കൊടി എന്ന് ചോദിക്കുന്ന രാജ്യസ്നേഹമില്ലാത്ത അധാർമികമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും മാർക്സിസ്റ്റ് പാർട്ടിയോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് ഭാരതാംബയെ കിട്ടിയത് 1947 അല്ല. ഞങ്ങൾക്ക് ഭാരതാംബയെ കിട്ടിയത് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുൻപാണ്. അത് വസുന്ധരയാണ്, അമ്മയാണ്, ജനനിയാണ്, ജന്മഭൂമിയാണ്, സ്വർഗാദപിഗരീയസിയാണ്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരമാണ് ലക്ഷ്മണ എന്ന് രാമൻ യുദ്ധം ജയിച്ച് ശ്രീലങ്കയിൽ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മണനോട് പറഞ്ഞ ആ ഭാരതമുണ്ടല്ലോ ചേട്ടാ, ഈ രത്നനഗരിയെ വിട്ടുകൊണ്ട് നമ്മൾ ഭാരതത്തിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചപ്പോ രാമാനുജൻ എഴുത്തച്ഛൻ തുഞ്ചത്താചാര്യൻ അതിമനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? പെറ്റമ്മയും പിറന്ന
സർവ്വലോകത്തേക്കാൾ മഹത്തരമാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ ഉപദേശിച്ച മര്യാദ പുരുഷോത്തമനായിട്ടുള്ള രാമന്റെ നാടാണ് ഈ ഭാരതം. ആ രാമന്റെ നാടായ ഭാരതത്തെ ജോസഫ് ഏട്ടനെ സ്നേഹിക്കാം. കാരണം എന്താണ്? ജോസഫ് ഏട്ടന് വ്യക്തമായിട്ട് അറിയാം, എന്റെ പൂർവികരുടെ സംസ്കൃതിയാണിത്. ഈ ഭാരതം എന്ന് പറയുന്ന അമ്മയുടെ സംസ്കൃതിയാണിത്. കാവ്യയുടെ അർത്ഥം എന്താണ്? കാവ്യ എന്ന് പറയുന്നത് രാഷ്ട്രായ സ്വാഹ ഇതം നമമ, ഇതൊന്നും എന്റേതല്ല, എല്ലാം സമൂഹത്തിൻ്റെതാണ് എന്ന് പറയുന്ന സർവസംഘ പരിത്യാഗത്തിന്റെ നിറമാണ് കാവി. ആ കാവി കൊടി ഭാരതാംബയുടെ ശരീരത്തിൽ ചേർന്ന് നിൽക്കുമ്പോ ഗവർണറെ ചോദ്യം ചെയ്തവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസുകാരാ, നിനക്ക് മഹാത്മാഗാന്ധിയെ ഓർമ്മയുണ്ടോ? 1936 അവിടെ വാരണാസിയിൽ മഹാത്മാഗാന്ധിയുടെ കരങ്ങളാൽ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആ ക്ഷേത്രം ഭാരതാംബയുടെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഈ കാവി പതാകയുടെ ചിത്രമുണ്ട്, അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രമുണ്ട്. മൈഥിലി ശരൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്ര വിപ്ലവത്തിന്റെ കവി, ആ കവി എഴുതി വെച്ചിട്ടുള്ള വിപ്ലവാങ്കിതമായിട്ടുള്ള മുദ്രണങ്ങളുണ്ട് ആ ക്ഷേത്രത്തിന്റെ മുന്നില്. 1921 കാക്കിനാടയില് കോൺഗ്രസിന്റെ സമ്മേളനത്തില് അന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമാൻ ഷൗക്കത്ത് അലിയാണ് പറഞ്ഞത്, എന്ത്? നമാമി കമല എന്ന് പറയുന്ന ഭാഗം അത് ചൊല്ലാൻ പാടില്ല വന്ദേ മാതരത്തിൽ. എന്താണ് കമല എന്ന് പറയുന്നത്? ആരാണ്? പിണറായിയുടെ ഭാര്യ കമലയെ കുറിച്ചല്ല. കമല എന്ന് പറയുന്നത് കമലം, കമലത്തിൽ എഴുന്നള്ളുന്ന ലക്ഷ്മി ദേവിയാണ്. ആ കമലം, കമലദളത്തെ കുറിച്ച്, കമലയെ കുറിച്ച് പാടാൻ പാടില്ലെന്ന് 21 കോൺഗ്രസിന്റെ അധ്യക്ഷൻ തിട്ടൂര പ്രഖ്യാപിച്ചു. പിന്നെയോ സരസ്വതിയെ കുറിച്ച് പറയുന്ന, ദുർഗയെ കുറിച്ച് പറയുന്ന നമാമി ദുർഗ, ദുർഗയാരാണ്? ദേവിയാണ്. കമലദള വികാരിണി ലക്ഷ്മി ദേവിയാണ്. ദുർഗയെയും സരസ്വതിയെയും ലക്ഷ്മിയെയും വിവരിക്കുന്ന ആ ഭാഗങ്ങൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊന്നോമന പുത്രൻ എഴുതിയ വന്ദേ മാതര ഗാനത്തിൽ നിന്ന് എടുത്തു കളയാൻ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചുവോ, അന്ന് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയിൽ നിങ്ങൾ തുറങ്കം വെച്ചു. ഈ രാജ്യത്ത് ഇന്ന് ഭീകരവാദികൾ കടന്നു വരാതിരിക്കുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജി ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിലേക്ക് പോയത് കൊണ്ടാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കൂടിയിട്ട് മഞ്ഞുവാരി കളിക്കാൻ വേണ്ടി കാശ്മീരിൽ പോയപ്പോഴല്ല അവിടെ ഭീകരവാദികൾ അടിച്ചമർത്താൻ സാധിച്ചത്. ഈ രാജ്യത്ത് ഉറീസ് ഉണ്ടായെങ്കിൽ, ഈ രാജ്യത്ത് പഹൽഗാം ഉണ്ടായി എങ്കിൽ, ഈ രാജ്യത്ത് നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളത്തെ രാമചന്ദ്രേട്ടനും ഭാര്യയും ചേർന്ന് കാശ്മീരിലേക്ക്, ആ കാശ്മീരിന്റെ മനോഹാരിത ആസ്വദിക്കാൻ പോയപ്പോ അവിടെ മതം ചോദിച്ചുകൊണ്ട് തുണിയുരിഞ്ഞ് ഇത് ഹിന്ദുവാണ് എന്ന് മനസ്സിലാക്കിയപ്പോ രാമചന്ദ്രേട്ടനെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയെങ്കിൽ അവിടെയും നല്ല ഒരു മുസൽമാൻ ഉണ്ടായിരുന്നു. ആ മുസൽമാനെ കുറിച്ചാണ് രാമചന്ദ്രേട്ടന്റെ മകള് പറഞ്ഞത്, എന്റെ സഹോദരനെ പോലെ ആ കുതിരയിൽ കുതിരസവാരി നടത്തുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ എന്റെ അച്ഛനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. എന്താ കാരണം? ഭീകരവാദിക്ക് മതമില്ല എന്നതിന്റെ തെളിവാണത്. ആ മുസ്ലിം ചെറുപ്പക്കാരനെയും അവർ വെറുതെ വിട്ടില്ല, ആ മുസ്ലിം ചെറുപ്പക്കാരനെയും അവർ വെടിവെച്ചിട്ടു. അന്ന് കോൺഗ്രസ് കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയിട്ട് എന്താ പറഞ്ഞതെന്നറിയുമോ? BJP ഗവൺമെന്റിനെ എതിർക്കാനാണ് തീരുമാനിച്ചത്. ഒമർ അബ്ദുള്ള ഖർഗെയുമായി സംസാരിച്ചു. ഒമർ അബ്ദുള്ള കാശ്മീരിലെ മുഖ്യമന്ത്രി ഖർഗെയുമായി സംസാരിച്ചു. ഒമർ അബ്ദുള്ള KC വേണുഗോപാലിനെ വിളിച്ചു. ഒമർ അബ്ദുള്ള പറഞ്ഞു, രാജ്യദ്രോഹ സമീപനം കോൺഗ്രസ് തിരുത്തണം, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് തിരുത്തി പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ടവരെ കോൺഗ്രസ് സ്റ്റേറ്റ്മെന്റ് തിരുത്തിയത്. MA ബേബി എന്താ പറഞ്ഞത്? 370 വകുപ്പ് എടുത്തു കളഞ്ഞത് കൊണ്ടാണ് ഭീകരവാദിക്ക് വികാരം നൽകിയത് എന്നാണ് പറഞ്ഞത്. MA ബേബി അന്നത്തെ ദിവസം ആ ടൂർ പോകുന്ന സംഘത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പേര് ചോദിച്ച് വസ്ത്രമുരിഞ്ഞ് MA ബേബി ജീവനോടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ ഭീകരവാദിയുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുന്നോട്ട് വരുമ്പോ അവരുടെ കൂടെ ചേർന്ന് രാജ്യസ്നേഹികളായി നിൽക്കേണ്ടതിന് പകരം കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ രാജ്യത്തെ വിഭജിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യം ഒറ്റക്കെട്ടായി ഭീകരവാദികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു സൂചന ഭാരതീയ ജനതാ പാർട്ടി ഗ്രാമാന്തരങ്ങളിൽ നൽകിക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് എന്താ പറഞ്ഞത്?
ഭർത്താവിനെ പേര് ചോദിച്ച് മതം ചോദിച്ച് കലിമ ചൊല്ലാൻ അറിയുമോ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഭർത്താവിനെ കൊലപ്പെടുത്തി. എന്നിട്ടോ നിന്റെ മോദിയോട് പോയി പറയാനാണ് പറഞ്ഞത്, ഭാര്യയോട്. എന്താണ് മോദിയോട് പറയാൻ? ഏത് ഭീകരവാദി പറഞ്ഞാലും മോദി ബാക്കി വെച്ചേക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ വാനോളം ഉയർത്തിക്കൊണ്ട് ഇന്ന് ഭീകരവാദികളുമായി സന്ധിയില്ലാത്ത പോരാട്ടവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്. രാജ്യം മാറുകയാണ്, കാശ്മീർ മാറുകയാണ്, നമ്മുടെ നാട്ടിലെല്ലാം തന്നെ വികസനത്തിന്റെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ആ വികസനത്തിന്റെ മുന്നേറ്റം അത് ചാലക്കുടിയിൽ ഉണ്ടാകണം, അത് തൃശ്ശൂർ ജില്ലയിൽ ആകമാനം ഉണ്ടാകണം, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകണം. ആ വികസനത്തിന്റെ മുന്നേറ്റം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഇവിടത്തെ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് 300-ലധികം വരുന്ന കർമ്മ പദ്ധതികൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനുള്ള മീഡിയേറ്റർമാരായിട്ട് മാറാൻ സാധിക്കണം. അതിന് നമ്മൾ വിയർപ്പൊഴുക്കണം. നമുക്കിനി ഒരൽപ്പം അതിശക്തമായിട്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഗതിവിഗതി അത് ജനങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പോയി നമുക്ക് ആരോടുമില്ല പ്രീണനം, എല്ലാവരോടും തുല്യനീതിയാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വികസനം. ഈ മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധന് പോക്കറ്റിൽ പൈസയുണ്ടോ ബാങ്കിൽ പൈസയുണ്ടോ എന്ന് പോലും നോക്കാതെ 70 വയസ്സ് കഴിഞ്ഞ ആൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യം കൊടുക്കണമെന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു. ഇവിടെ നടപ്പിലാക്കുന്നില്ല, ഇവിടെ നടപ്പിലാക്കാൻ സൗകര്യമില്ല ആരോഗ്യ വകുപ്പിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ സൗകര്യമില്ലെങ്കിൽ, അത് ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് സൗകര്യമില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം. പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആർജവമുള്ളവരുടെ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് ഈ കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരണമെന്നും ഇവിടെ എത്തിച്ചേർന്നവരെ ഹൃദയപൂർവ്വം ഞങ്ങളുടെ കുടക്കീഴിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് നമ്മൾ പിറകോട്ടല്ല, നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടുമല്ല. നമ്മൾ എടുത്ത പ്രയത്നത്തിന്റെ ജോലിയുടെ റിസൾട്ട് അത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിലും നമുക്ക് ഒരു NDA ഭരണകൂടം ഉണ്ടാകും. അതിന് നമ്മൾ എല്ലാവരും കാതോർത്തുകൊണ്ട് അതിന് നിങ്ങൾ ഇന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന മണിക്കൂറുകൾ ഇരട്ടിപ്പിക്കാൻ മാത്രം തീരുമാനമെടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഇവിടെ പുതുതായി ചേർന്ന മുഴുവൻ ആളുകളെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.